നമസ്കാരം. എൻ്റെ ഡോക്ടർ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് പ്രൊഫസറും അതോടൊപ്പം തന്നെ യൂണിറ്റ് ഹെഡുമായ ഡോക്ടർ അനുരാജാണ്. ഡോക്ടറെ സ്വാഗതം ചെയ്യാം ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. കൂടുതൽ വിശദമായി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തും. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. എൻ്റെ പേര് ഡോക്ടർ അനുരാജ്. ഞാനൊരു ജനറൽ സർജനാണ് ആൻഡ് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഇപ്പോൾ പറഞ്ഞ കൂട്ട് തന്നെ ഞാൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറും ഒരു യൂണിറ്റ് ചീഫുമാണ്. ഇപ്പം ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പിൽ ഡോക്ടർ ഡോർ എന്നൊരു പുതിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ വീക്ക്ലി വൺസ് ആൻഡ് ട്വൈസ് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏരിയ ഓഫ് സ്പെഷ്യാലിറ്റി ബേസിക്കലി ലാപ്രോസ്കോപ്പി ആൻഡ് ജനറൽ സർജറിയാണ്. വയറും ആണ് കൂടുതലും വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഞാൻ കൂടുതലും ഡീൽ ചെയ്യുന്നത്, ലാപ്രോസ്കോപ്പിക് സർജറി. ഇനിയും ബാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് സംസാരിക്കാം. ഇന്ന് നമുക്ക് ധാരാളമായി കണ്ടുവരുന്ന ഒരു അസുഖം എന്ന് തന്നെ പറയാം, പൈൽസ് അഥവാ മൂലക്കുരു എന്ന രോഗം. ഈ ഒരു രോഗം പൊതുവെ എല്ലാവരും പുറത്ത് പറയാൻ മടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ ഒരു പ്രാധാന്യം, അതായത് ഒരു സീരിയസ്നെസ്, ഒരു രോഗത്തിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ചും ഇത് എങ്ങനെ ഒരു രോഗിയിൽ വന്നു ചേരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എങ്ങനെ ഈ ഒരു അസുഖം രൂപപ്പെടുന്നു, എന്തെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡോക്ടർ വ്യക്തമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കും. മാഡം പറഞ്ഞുകൊണ്ട് ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഹെൽത്ത് കൺസേൺ തന്നെ, എസ്പെഷ്യലി കേരളത്തിൽ ആൻഡ് എസ്പെഷ്യലി നോർത്ത് കേരള. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. പല ആൾക്കാരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് അവരുടെ പല ജീവിതത്തിൽ പല ജോലികളും നിൽക്കുമ്പോൾ സമയത്തിനുള്ള ഭക്ഷണമോ സമയത്തിനുള്ള വെള്ളമോ കിട്ടാതിരിക്കുക. അപ്പോൾ അവർക്ക് ഇതനുസരിച്ചുള്ള ഈ മൂലക്കുരു സംബന്ധമായിട്ടുള്ള കുറേ രോഗങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ എംബാരസ്മെൻറ്റ് കാരണം അവർ അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അവർക്ക് തീരെ സഹിക്കാൻ പറ്റാതാവുമ്പോൾ ആണ് സാധാരണ ഡോക്ടേഴ്സിനെ കാണാൻ വരുന്നത്. സാധാരണ ആൾക്കാർക്ക് മൂലക്കുരു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിംഗിൾ രോഗമാണ്. പക്ഷേ ആസ് എ സർജൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ പലതരം രോഗങ്ങളുണ്ട്. പലതിനും പല രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ്. അതാണ് ഇപ്പോൾ ഇറ്റ്സ് ഒരു രോഗം മാത്രമല്ല, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് ഒരു പേഷ്യൻ്റെ പ്രസൻറ്റേഷൻ അനുസരിച്ചിരിക്കും എന്ത് രോഗമായിരിക്കും എന്തായിരിക്കും എന്ന് നമ്മൾ സാധാരണ കാണും. അപ്പോൾ നമുക്കൊരു മൂലഗുരുവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു പേഷ്യൻറ്റിന് എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ അതൊരു അപ്പം ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ട് തരം സിംറ്റംസാണ്. സിംറ്റംസ് എന്ന രോഗലക്ഷണങ്ങൾ. രണ്ട് തരം സിംറ്റംസിൽ ആദ്യത്തെ ലക്ഷണമാണ് ബ്ലീഡിങ്. പല പേഷ്യൻസ് വരുന്നത് നല്ല ചോര പോയിട്ടുണ്ടെന്നാണ്. വരുന്നത് പെയിനാണ്. അപ്പം ഈ ബ്ലീഡിങ് ഉള്ള ചില ആൾക്കാർക്ക് രണ്ടും കാണാം, ബ്ലീഡിങ് ഉണ്ടാവാം, വേദനയും ഉണ്ടാവാം. അപ്പം ആദ്യമത്തെ ഘട്ടം പെയിനായിട്ട് അല്ലെങ്കിൽ പെയിൻ മാത്രമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ സാധാരണ അവർ പറയും വയറ്റിൽ നിന്ന് പോണ സമയത്ത് വേദന ഉണ്ടാവും. അല്ലാത്ത സമയത്തല്ല വേദന ഉള്ളത്, വയറ്റിൽ നിന്ന് പോണ സമയത്ത് വേദന ഉണ്ടാവും. ആ വേദന ഏകദേശം വയറ്റിന് പോയതിന് ശേഷം ഏകദേശം 2-2.5 മണിക്കൂർ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ പറ്റാവുന്ന വേദനയായിരിക്കും. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. അത് കാരണം അവർക്ക് പുറത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല, വേറെ പല ഫംഗ്ഷൻസ് പോകാൻ പറ്റില്ല, അങ്ങനത്തെ പല ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ സാധാരണ കാണുന്നത് ഇതിനെ ഇംഗ്ലീഷിൽ ഫിഷർ എന്ന് പറയും. അതായത് മലദ്വാരം പൊട്ടുന്നൊരു അസുഖം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മലം ടൈറ്റായിട്ട് പോകുന്ന കാരണം ഉണ്ടാകുന്ന പൊട്ടലാണ്. അപ്പോൾ ഇത് ഫിഷറാണ്. ഇതിനെ മൂലക്കുരു എന്ന് പല പേഷ്യൻസ് വിളിച്ച് വരാറുണ്ട്. കാരണം ഉള്ളിൽ പൊട്ടിയാലും പുറമെ ഒരു കുരു പോലെ കാണാം, അല്ലെങ്കിൽ ചെറിയ തടുപ്പ് പോലെ കാണാം. ഇതിനെയാണ് പേഷ്യൻസിൻ്റെ മൂലക്കുരു എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് ബ്ലീഡിങ് മാത്രം. ചില പേഷ്യൻസ് ആണെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് മാത്രം വരും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവരെ പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവും, ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവില്ല. യൂഷ്വലി പെയിൻ അധികമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പെയിൻ ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ബ്ലഡ് ആയിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡാണ് പോകുന്നത്. അതിന് നമ്മൾ ക്ലിനിക്കലും മെഡിസിനിൽ നമ്മൾ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയും. അപ്പോൾ പൈൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. പൈൽസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി വേദനയില്ലാതെ കുറേ ചോര പോകുന്ന രോഗം. അത് വെറുതെ പോകുന്നതല്ല, വയറ്റിൽ നിന്ന് പോണ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് ആയാലും ഈ പെയിൻ ആയാലും അത് വയറ്റിൽ നിന്ന് പോണ സമയത്തായിരിക്കും നമ്മൾ കൂടുതലും കാണുക. സോ പൈൽസിന് കൂടുതലും ബ്ലീഡിങ് ആണ്. ഫിഷർ അഥവാ മലയാളത്തിൽ അരിഷസ് എന്ന് പറയും. ഈ ഫിഷറിൽ നിന്ന് കൂടുതലും പെയിൻ ആയിരിക്കും. ഇത് രണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് ആയിട്ട് കംപ്ലീറ്റ്ലി ഇൻ്റർലിങ്ക്ഡ് ആണ്. ഇത് ഭക്ഷണക്രമത്തിൽ നിന്ന് വരുന്ന ഒരു രോഗം തന്നെയാണോ? എക്സാക്ട്ലി. ഇപ്പം ഭക്ഷണമാണ് മെജോറിറ്റി കാരണം. ഭക്ഷണം മാത്രമല്ല, അവരുടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നു, ഫാസ്റ്റ് ഫുഡിൻ്റെ ഐറ്റംസ് കൂടുന്നു. നാട്ടുകാർ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിന് മാറി കുറച്ചുകൂടെ വെസ്റ്റേൺ ആൻഡ് പ്രോസസ്ഡ് ഫുഡിലേക്ക് പോകുന്നു. ഈ പ്രോസസ്ഡ് ഫുഡും കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഈ ഫാറ്റും കൊളസ്ട്രോളും എല്ലാവർക്കും അറിയാം. നമുക്ക് കൊളസ്ട്രോളിന് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും എന്നറിയാം. പക്ഷേ അവർ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഫൈബർ എന്ന് പറയുന്ന സാധനമുണ്ട്.
ഫൈബർ അഥവാ നാര്. ഈ ഫൈബർ നാര് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുടലിൽ ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വെള്ളത്തിന് പിടിച്ച് വെക്കാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി. അപ്പം അത് വെള്ളത്തിന് പിടിച്ച് വെച്ചാലേ അത് വയറ്റിൽ നിന്ന് പോണത് നല്ല സ്മൂത്തായിട്ട് നോർമലായിട്ട് പോകുള്ളൂ. എന്ന് ഫൈബർ കുറയുന്നു, അതായത് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കാര്യം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ഡൈജഷൻ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. രണ്ടും നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ നല്ല കട്ടിക്ക് മുറിഞ്ഞു പോകും. അപ്പം അത് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം പ്രഷറും കൊടുക്കേണ്ടി വരും. നമുക്കറിയാം പല പേഷ്യൻസ് വന്നിട്ട് അവർ പറയും വൈഫുകൾ പറയും ഹസ്ബൻഡ് ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും, 3/4 മണിക്കൂർ എടുക്കും. അതും ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. സോ ആ ഒരു ഫൈബറിൻ്റെ കുറവും വെള്ളത്തിൻ്റെ കുറവാണ് നമ്മൾ കൂടുതലും ഇപ്പം കണ്ടുവരുന്നത്. അതെ ഈ നാരെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നത് യൂഷ്വലി ഇറച്ചി, മീനോ, പ്രോസസ്ഡ് ഫുഡോ ഒന്നും അധികം കിട്ടില്ല. നമുക്ക് അരിയിൽ നിന്നും ചപ്പാത്തിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് വളരെ തുച്ഛമാണ്. ഇത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട്സ്. ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് അല്ല, ഹോൾ ഫ്രൂട്ട്സ്. ഇപ്പം ഓറഞ്ച് ആണ്, ഓറഞ്ച് ജ്യൂസ് ആയിട്ടില്ല, ഓറഞ്ചായിട്ട് കഴിക്കും. ഹോൾ ആപ്പിളായിട്ട് കഴിക്കും, ജ്യൂസ് വേണ്ട. ഓക്കെ, അപ്പം ഹോൾ ഫ്രൂട്ട്സ്, പിന്നെ ഇലക്കറികളും പച്ചക്കറികളും, ഇതിൽ മാത്രമേ ഫൈബർ കിട്ടുള്ളൂ. വേറെ എഗ് പ്രോഡക്ട്സ് ആയാലും മിൽക്ക് പ്രോഡക്ട്സ് ആയാലും മീറ്റ് പ്രോഡക്ട്സ് ആയാലും പ്രോസസ്ഡ് ഫുഡ് ഒന്നും കഴിയില്ല. അത് കഴിക്കേണ്ടെന്നല്ല, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് ഡയറ്ററി ഹാബിറ്റ്സിൽ ഒരു 1/3 എങ്കിലും നമ്മൾ ഈ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഹോളായിട്ട് കഴിക്കണം. അതിൻ്റെ കൂടെ വെള്ളവും കുടിക്കാൻ മറക്കാൻ പാടില്ല. ഇത് രണ്ടും കോമ്പിനേഷൻ വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ഭാഗത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ചോദിക്കട്ടെ, ഇപ്പോൾ അത് കൂടുതൽ ആളുകൾ കണ്ടുവരുന്ന കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗം വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇത് പണ്ടേ ഉള്ളതാണ്. പണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും കാണിക്കാൻ മടിച്ചിരിക്കും. പക്ഷേ ഇപ്പം കുറച്ചുകൂടി സോഷ്യൽ അവയർനെസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താങ്ക്സ് ടു അവർ സോഷ്യൽ മീഡിയ, നിങ്ങളെ കൂട്ടുള്ള ന്യൂസ് ചാനൽസ് പോലുള്ള കാരണം കുറച്ച് ഹെൽത്ത് കൺസേൺസ് ആൾക്കാർ സാധാരണക്കാർ കാണുന്നുണ്ട്. അത് കാരണം ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ വന്ന് കൺസൾട്ട് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇൻസിഡൻസും കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി. നമ്മൾ കുറച്ചുകൂടെ ഒരു അഗ്രേറിയൻ ഇത് വിട്ടിട്ട് കുറച്ചുകൂടെ പ്രോസസ്ഡിലേക്ക് പോയതിന് ശേഷം നമ്മൾ പല ആൾക്കാരും പുറത്ത് പോയിട്ട് കഴിക്കാനും താല്പര്യം, കാരണം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്ലസ് നമ്മുടെ വെള്ളം കുടിയും കുറവായിരിക്കും. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൽ ഇൻസിഡൻസ് ഡെഫിനറ്റ്ലി കൂടുതലായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചൂടുള്ള പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസിഡൻസ് കുറേ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള അസുഖം വരാൻ ഇതിൻ്റെ ഒരു പ്രായത്തിൽ, അതായത് കുട്ടികളിലൊക്കെ ഈ അസുഖം കാണുമ്പോൾ അതോ ഒരു പ്രായം മുതലെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുണ്ടോ? ആ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അഡൾട്ടായിട്ടുള്ള രോഗികൾക്കാണ്. കാരണം അഡൾട്ട് ആൾക്കാരാണല്ലോ കുറച്ചുകൂടെ പുറത്ത് പോയി കഴിക്കാനും. കുട്ടികളാകുമ്പോൾ ചില പിള്ളേർക്ക് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പക്ഷേ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ അഡൾട്ടായിട്ടാണ്. കുട്ടികൾ നമ്മൾ കാണാറുണ്ട് യൂഷ്വലി അറൗണ്ട് 10 വയസ്സ് 12 വയസ്സ്. കാരണം ഇവരും ചിലപ്പോൾ വാശി പിടിച്ചിട്ട് ഉള്ള ഡയറ്ററി ഹാബിറ്റ്സ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ മെജോറിറ്റി നമ്മുടെ അഡൾട്ട് പേഷ്യൻസിലാണ് നമ്മളിത് കാണുന്നത്. ഡയറ്റിൻ്റെ രീതിയും ടൈമിങ്ങും വെള്ളം കൂടിയും അത്യാവശ്യമാണ്. ഡോക്ടർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ബ്ലീഡിങ് വന്നിട്ട് പല പേഷ്യൻസ് സമീപിക്കാറുണ്ടെന്ന്. ഈ ബ്ലീഡിങ് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ രോഗം കണ്ടെത്താൻ സാധിക്കില്ല. ചില ആൾക്കാർക്ക് ബ്ലീഡിങ് വരുന്ന മുമ്പേ അവർക്ക് തോന്നാം ഫസ്റ്റ് സിംറ്റം അവർക്ക് വയറ്റിൽ നിന്ന് പോകുന്ന കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പം റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർ സഡൻലി വ്യത്യാസം വരിക, പിന്നെ ഇടയ്ക്ക് പെയിൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് തള്ളി വരും. ചില പേഷ്യൻസ് ബ്ലീഡിങ് ഉണ്ടാവുന്ന പെയിനും ഉണ്ടാവില്ല. ചിലപ്പം ഒരു കുരു പോലെ സാധനം പുറത്തേക്ക് തള്ളി വരുന്നു, അതേപോലെ കയറിപ്പോകുന്നു. അങ്ങനത്തെ സിംറ്റംസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാവും. സോ അതൊക്കെ ഏർലി സ്റ്റേജാണ്. അപ്പം ഒരു വയറ്റിൽ നിന്ന് പോകുന്ന കറക്റ്റ് അല്ല, അതിൻ്റെ ടൈമിംഗ് മാറുന്നു, അല്ലെങ്കിൽ പോകണം ഭയങ്കര മുറിഞ്ഞ് ടൈറ്റായിട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് തള്ളി വരുന്നു. ഇതൊക്കെ എൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ വന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറ്ററി മെഡിക്കേഷനും ഡയറ്ററി മോഡിഫിക്കേഷനും കൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സാ രീതികളാണ്? ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആദ്യമേ പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുക, ഈ രോഗം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ അപ്പോൾ അവർ പറയാം എന്താണ് വ്യത്യാസം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ആ ഒരു ഡയറ്ററി ഹാബിറ്റും കൊണ്ട് അതിലെ വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇപ്പം ഇതിൽ ഡിപ്പെൻഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് അരിഷസും ഉണ്ട്, പൈൽസും ഉണ്ട്, ഫിസ്റ്റലുണ്ട്, വേറെ അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് മെയിൻ ടോപ്പിക് നമ്മൾ സാധാരണ കോമൺ ആൾക്കാരെ കണ്ടുവരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഫിഷറും അടുത്ത് പൈൽസ് അഥവാ ഹെമറോയിഡും. പൈൽസ് വരുന്ന ആൾക്കാർക്ക് യൂഷ്വലി പെയിൻ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആദ്യമത്തെ ഒരു 1-1.5 മാസത്തോളം നമുക്ക് അവിടെ ഇടാനുള്ള ഓയിൻമെൻറ്റും വയറ്റിന് പോകാൻ സഹായിക്കുന്ന മരുന്നുകളുമാണ് നമ്മൾ കൊടുത്ത് വിടുന്നത്. പിന്നെ അവരോട് പറയാൻ ടോയ്ലറ്റിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇതേ സെയിം സാധനം തന്നെ നമ്മൾ ഹെമറോയിഡ്സിന് പറയുന്നത്. കാരണം ഇവൻച്വലി രണ്ടും ആയാലും ഇതിൻ്റെ റൂട്ട് കോസ് ഒരേ സെയിം കാര്യമാണ്. പിന്നെ നമ്മൾ 6 മാസമല്ല 6 ആഴ്ച നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല, പിന്നാണ് നമ്മൾ സർജിക്കൽ മെത്തേഡ്സിലേക്ക് പോകുന്നത്. അത്
ഇതിപ്പോൾ സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതൽ ഈ രോഗം കണ്ടത്? ഇത് കൂടുതലും ആക്ച്വലി നമ്മുടെ പ്രാക്ടീസ് കണ്ടുവരുന്ന പെണ്ണുങ്ങൾക്ക്. അതെ, ഒരു കാരണം അത് യൂഷ്വലി പ്രഗ്നൻസി സംബന്ധമായിട്ടാവാം. കാരണം പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം അവർ റെസ്റ്റിലായിരിക്കാം, ചിലപ്പം കുറച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അപ്പം പല പേഷ്യൻസും വരാറുണ്ട് നമ്മുടെ അടുത്ത്. വേദനയുണ്ട്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ വേദനയുണ്ട്, നമ്മുടെ ബ്ലീഡിങ് ഉണ്ടെന്ന് പറയാറുണ്ട്. പുരുഷന്മാർക്ക് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്നാലും കൂടുതൽ സ്ത്രീകൾക്കാണ് നമ്മൾ ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് അതുപോലെ ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നു, മെഡിസിൻസ് ഓയിൻമെന്റ് പോലുള്ള കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണക്രമത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ അവിടെ ഒരു 6 വീക്സ് ആണല്ലോ പറഞ്ഞത് മുൻപുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനുശേഷം അവർ വരുമ്പോൾ ഏകദേശം അവർ ഓക്കെ ആയിട്ടുണ്ടാവോ അതോ ഈ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞ പഥ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ട്രീറ്റ്മെൻറ്റും യോയിൻമെൻറ്റും കുറച്ച് ചൂടുവെള്ളത്തിലിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ ഏകദേശം മെജോറിറ്റി പേഷ്യൻസിനും നമ്മുടെ എക്സ്പീരിയൻസ് 70 to 80% പേഷ്യൻസിനും അല്ല, ആമാശയം നമ്മുടെ കുടലിൻ്റെ ഏറ്റവും മുൻഭാഗത്താണ്. അതായത് നമ്മുടെ ചെറുകുടൽ തുടങ്ങുന്ന മുന്നിലാണ്. ഈ കൂടുതൽ വരുന്ന നമ്മുടെ വൻകുടൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോഴും അവിടെയാണല്ലോ നമ്മുടെ ശോധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മളിത് വരുന്നത്. ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഗ്യാസ്, വയറ് വീർത്ത് വരിക, തികട്ടി വരിക, അത് ഭക്ഷണം കഴിച്ചോട്ടന്നെ വീർത്ത് നിൽക്കുന്നവർ തോന്നില്ല, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആമാശയത്തെ കാണുന്നത്. അതൊരു ഡിഫറൻറ്റ് കാറ്റഗറിയാണ്. ഇത് ലോവർ GI ട്രാക്ട് അഥവാ വൻകുടൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസാണ് നമ്മൾ ഈ പൈൽസും ഫിഷർ എന്ന് പറഞ്ഞ ഉണ്ടാകുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ സർജറിയിലേക്ക് പോകുന്ന ഒരു കാര്യം, ഏതെല്ലാം തരത്തിലുള്ള സർജറികളാണ്? സർജറി ഇനിയും നമ്മൾ ഫിഷറായാലും ഹെമറോയിഡ് ആയാലും രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മേജർ സർജറി അല്ല. പലതും നമുക്ക് ഒരു ഓഫീസ് പ്രൊസീജിയർ, അതായത് ഒരു ദിവസം കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലതൊക്കെ ഒരു ദിവസം മാത്രം കിടന്നാൽ മതി, ചെയ്തിട്ട് പോകാവുന്നത്. ഇപ്പം പിന്നെ ലേസറും ഉണ്ട്, സ്റ്റേപ്ലറും ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഫിഷർ അഥവാ അരിഷസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അവിടെ ഒരു മസിലുണ്ട്. ആ മസിലിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം. അപ്പം യൂഷ്വലി മസിലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്യും. അതിനെ നമ്മൾ സ്പിങ്ചറോട്ടമി എന്ന് പറയും. അതാകുമ്പോൾ തന്നെ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് പെയിൻ അങ്ങ് മാറും. മുറിവ് അവിടെ കാണും, പക്ഷേ പെയിൻ മാറും. പെയിൻ മാറിയിട്ടുണ്ടെങ്കിൽ മുറിവ് നേരത്തെ ഉണങ്ങും. ഇതിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന പെയിനാണ്. അപ്പം ഭാവിയിൽ നമ്മൾ ഭക്ഷണ രീതികൾ മാറ്റിയില്ലെങ്കിൽ ഇതേ സെയിം പ്രശ്നം ഉണ്ടാകും, പക്ഷെ അന്ന് അത്രയും പെയിൻ ഉണ്ടാവില്ല. പിന്നെ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുകയാണെങ്കിൽ ഏർലി സ്റ്റേജിൽ നിന്ന് സർജറി പോലും ചെയ്യേണ്ട ആവശ്യമില്ല, മരുന്നുമേ നിൽക്കും. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെയാണ് നമുക്കിത് സർജറി അല്ലാതെ സ്ക്ലീറോതെറാപ്പി എന്ന് പറയും, ഇഞ്ചക്ഷൻ ചെയ്ത് കരിക്കുന്ന പരിപാടിയുണ്ട്. ബാൻഡിങ് എന്ന് പറയും, കെട്ടിവിടുന്ന പരിപാടിയുണ്ട്. പിന്നെ അതും കഴിഞ്ഞൊരു സ്റ്റേജ് 3, 4 പോകുമ്പോൾ മാത്രമേ നമ്മളൊരു ഓപ്പൺ സർജറി അല്ലെങ്കിൽ സ്റ്റേപ്ലർ അങ്ങനത്തെ. പിന്നെ അത് കൂടാതെ ഇപ്പം കുറേ ലേസറും വന്നിട്ടുണ്ട്. ലേസർ വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായി. അത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ എല്ലാവരും ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് നല്ല പ്രോമിസിങ് റിസൾട്ട്സ് ആണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം മതി, നല്ല റിസൾട്ട്സ് കിട്ടും. നമ്മൾ യൂഷ്വലി മേജർ സർജറി അല്ല, നമ്മൾ റെസ്റ്റ് പറഞ്ഞാൽ മാക്സിമം ഒരു 10 days to ഒരു 14 ദിവസം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. യൂഷ്വലി അവർക്ക് യാത്രയല്ല, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ നോക്കേണ്ട പഥ്യം നമ്മുടെ ആഹാര രീതി തന്നെയാണ്. വെള്ളം കുടിയുടെ കാര്യമായാലും ഈ വെജിറ്റേറിയൻ. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അപ്പോൾ ഈ ഒരു അസുഖമുള്ളവരെ അത് ബാധിക്കുമോ? ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ ഇഷ്യൂ വരുന്ന അതൊരു കുരു ഉണ്ട്. മൂലക്കുരു പൊതുവേ പറയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പൈൽസിലും കുരു ഉണ്ട്, പിന്നെ ഫിഷറിലും കുരു വരാം. അത് അത്യാവശ്യം സൈസുള്ള ആൾക്കാർക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ അവർക്ക് ഡിഫിക്കൽട്ടി വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് സാധാരണ രീതിയിൽ നമ്മൾ ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ കൂടുതലും അവരുടെ. അപ്പോൾ സാർ, ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പം നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ 2 കാര്യങ്ങൾ മാത്രം, ഡയറ്റും എക്സസൈസും പറയാറുണ്ട്. കാരണം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് കുടലിൻ്റെ ചലനം കറക്റ്റ് ആയിരിക്കില്ല. അവർക്ക് മലസംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും, പല ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം നേരത്തെ പറഞ്ഞു, ഡയറ്റിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട ഉൾപ്പെടുത്തേണ്ട, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് വെള്ളം, നന്നായി വെള്ളം കുടിക്കുക. ഇപ്പോൾ എത്ര ആൾക്കാരെ ചോദിക്കുക എത്ര അളവ് കുടിക്കണം, ചില ആൾക്കാരെ പറയും 3 ലിറ്റർ 4 ലിറ്റർ. അത് പല പേഷ്യൻസിൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം ബൈ ഷോർട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞിച്ച് പോകാൻ പാടില്ല. അതാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ്. അത്രമാത്രം വെള്ളം കുടിക്കണം. അറ്റ് നോ പോയിൻ്റ് ആ ഒരു ദിവസം മൂത്രം മഞ്ഞിച്ച് പോകാൻ പാടില്ല. ഒന്നത്. 2, നമ്മൾ കഴിക്കുമ്പോൾ ഇറച്ചി മീനൊക്കെ കഴിച്ചോളുകയോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ബിരിയാണിയൊക്കെ കഴിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു സലാഡോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ ഹോൾ ഫ്രൂട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീരയോ കുടപ്പനോ എന്തെങ്കിലുമൊക്കെ ഈ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഈ ഫൈബർ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വെള്ളവും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശോധന കറക്റ്റ്. പിന്നെ
വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അതൊരു ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം പലതവണ പോവുക, പിടിച്ച് വെക്കുക, ഇതൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ പോകാൻ തോന്നുമ്പോൾ ഒരു ഡെയിലി റെഗുലർ ടൈമിൽ പോകാൻ ഒരു റെഗുലർ ഹാബിറ്റായി മാറും. ഹാബിറ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റ് കൂടുതൽ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ലെന്ന്. കാരണം ചില ആൾക്കാർ പത്രം കൊണ്ടുപോകും, ഫോൺ കൊണ്ടുപോകും. അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഈസ് മെയ്ഡ് ടു ആക്ച്വലി സ്ക്വീസ്. അപ്പം ആ ഭാഗത്ത് പ്രഷർ കൂടുമ്പോഴത്തേക്കിനും എന്തായാലും പൈൽസും ഫിഷറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. സോ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്താൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. യു വിൽ ഹാവ് എ വെരി ബെറ്റർ ലൈഫ്. ഈ സർജറിയിലൂടെ ഈ രോഗം പരിപൂർണമായിട്ട് ഭേദമാക്കാമോ, അതല്ലെങ്കിൽ മെഡിസിൻ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ഇനി ഒരിക്കൽ വരാത്ത വിധം ഈ രോഗം പൂർണ്ണമാക്കാൻ സാധിക്കുമോ? അപ്പം ഈ ഒരു ചോദ്യത്തിൽ കുറച്ച് ടെക്നിക്കലായിട്ട് നമ്മൾ അറിയണം. എന്താണെന്ന് വെച്ചാൽ അലോപ്പതിയിൽ നമ്മൾ എന്ന് സക്സസ് റേറ്റേ പറയാറില്ല, 100% ഒന്നിനും പറയാറില്ല. കാരണം ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ സർജറി കൊണ്ട് മെജോറിറ്റി പേഷ്യൻസിന്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മോർ ദൻ 80 to 90% പേഷ്യൻസിന് രണ്ടാമത് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 10-15% ആൾക്കാർക്ക് നമ്മൾ രണ്ടാമത് ഇഷ്യൂസ് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നമ്മുടെ അഡ്വൈസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഡയറ്റ് തെറ്റുന്ന കാരണം പിന്നെ ഉണ്ടാകുന്നതാണ്. ഇപ്പം സാധാരണ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് 3 സ്ഥലത്താണ്, മലദ്വാരം ചുറ്റും 3 സ്ഥലത്താണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ സർജറിയോ അല്ലെങ്കിൽ കെട്ടിവിടുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പരിപാടി ചെയ്യുകയാണെങ്കിൽ ഈ മെയിൻ 3 കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പിന്നെയും തിരിച്ച് അതേ പഴയ ലൈഫ് സ്റ്റൈലിൽ പോവുകയാണ്. അവർ പിന്നെയും ഭക്ഷണം കറക്റ്റല്ല, പിന്നെയും അത്യാവശ്യം ടോയ്ലറ്റുമ്പോൾ അധികം മുക്കൽ നടത്താണ്. അങ്ങനെ വരുമ്പോൾ വേറെ പുതിയ ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെ വരുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമില്ല, ഈ പൈൽസ് ഉണ്ടെങ്കിൽ എല്ലാം പൈൽസ് എന്ന് വിചാരിക്കില്ല. അപ്പോൾ ഒരു ചോര വന്നിട്ട് വേദനയൊന്നുമില്ല, ചോരയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രായത്തിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്നും അവരുടെ ട്യൂബ് ഇറക്കി അഥവാ കൊളോണോസ്കോപ്പി, ബാർ എൻഡോസ്കോപ്പി പറയാറുണ്ട് ഒരു പ്രായത്തിന് മുകളിലുള്ള പേഷ്യൻസിന്. കാരണം ചില ആൾക്കാർക്ക് അതെ കാരണം ചില ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നല്ല വൻകുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം ബ്ലീഡിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കുറച്ച് പ്രായമുണ്ടോ അത് നിസ്സാരമായിട്ട് കാണില്ലേ, അതൊരു സർജറി വന്നതിന് കാണണം. ഗെറ്റ് യൂസ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് പ്രായമുണ്ടോ എന്നുള്ളൊരു വാക്കതിൽ, അപ്പോൾ ഈ ബ്ലീഡിങ് പ്രായമുള്ളവരിൽ മാത്രമാണോ ഈ ഒരു ക്യാൻസറിന് സാധ്യത വരുന്നത്? നമ്മൾ കൂടുതലും കണ്ടുവരുന്ന കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ യൂഷ്വലി എൽഡർലി പേഷ്യൻസിനാണ്, മിഡിൽ ഏജിന് എൽഡർലിയാണ്. ഇപ്പം ഞങ്ങൾ കണ്ടുവരുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടായിരിക്കാം. പക്ഷേ ഇപ്പം പ്രായം പണ്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന സമയത്ത് കണ്ടിരുന്ന 40 വയസ്സിന് മുകളിലാണ്. ഇപ്പം നമ്മൾ 30-ാം വയസ്സിൽ 29-ാം വയസ്സിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയുന്നൊരു ഒരു ലക്ഷണമാണ് ഡെഫിനറ്റ്ലി. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഇതൊരു ഡോക്ടറെ കണ്ട് ഒരു തീരുമാനമാക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അനുരാജാണ്. അദ്ദേഹം മൂലക്കുരുവിൻ്റെ ആ ഒരു സീരിയസ്നെസ്, അതൊരു പുറത്ത് പറയാൻ മടിക്കേണ്ട ഒരു രോഗമല്ല, സാധാരണ ഒരു അസുഖം തന്നെയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചികിത്സകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കൃത്യമായ ചികിത്സയും അതിനെക്കുറിച്ചുള്ള പ്രതിവിധികളും എല്ലാം പറഞ്ഞു. പ്രധാനമായി അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കൃത്യമായ ദിനചര്യയും നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം, അതായത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള സാധാരണ കൂടുതലും ലളിതമായ ആഹാരം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും കൃത്യമായ വ്യായാമം ചെയ്യണം എന്നും കൂടിയാണ് അദ്ദേഹം നമ്മളോട് ഓർമ്മിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ വരുന്ന ഈ രോഗം പുറത്ത് പറയാൻ മടിക്കേണ്ട രോഗമല്ല, കൃത്യമായിട്ടുള്ള പ്രതിവിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ധാരണ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.